അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. മഹാനവറുകളോടൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിത്തരാൻ ആവശ്യപ്പെടുകയും അവിടുത്തെ ഖുർആൻ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുകയും ചെയ്ത സംഭവം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വരെ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, നിങ്ങൾ എനിക്ക് ഖുർആൻ ഓതിത്തരൂ. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, ഖുർആൻ അങ്ങേക്ക് അവതരിപ്പിച്ചതല്ലേ, ആ അങ്ങേക്ക് ഞാൻ എന്തിനാണ് ഖുർആൻ ഓതിത്തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ഖുർആൻ ഓതൽ മാത്രമല്ല, കേൾക്കലും വലിയ പുണ്യകരമായ കാര്യമാണ് എന്നുള്ളതിന് കൂടെ ഉള്ള തെളിവായിട്ട് നാം മനസ്സിലാക്കണം. ഏതായാലും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തു നിസാ അങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. അങ്ങനെ സൂറത്തു നിസായിലെ 41-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരലോകത്തെ അവിടുത്തെ ഉമ്മത്തിന് സാക്ഷിയായി കൊണ്ടുവരും എന്ന ആശയം വരുന്ന ഈ ആയത്ത് ഓതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, ഇനി മതി ഇബ്നു മസ്ഊദേ, ഇനി നിർത്ത്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നബി തങ്ങൾ അങ്ങനെ നോക്കിയപ്പോൾ ഫഇദാ ഐനാനി തദ്രിഫാൻ, അവിടുത്തെ രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഇങ്ങനെ നടന്നു പോവുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളുടെ അരികിലൂടെയാണ്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. സൂറത്തു നിസാ വളരെ സാവധാനത്തിൽ ഇങ്ങനെ ഓതിക്കൊണ്ടാണ് നിസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോടും ഉമർ തങ്ങളോടും പറഞ്ഞു, ഖുർആൻ ഇറങ്ങിയ രൂപത്തിൽ ആർക്കെങ്കിലും ഓതി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ ആ ഓത്ത് കേട്ടാൽ മതി, അത് നോക്കി പഠിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ഓത്ത് ഇങ്ങനെ കേട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സൽ തുഅത, ഓ ഇബ്നു മസ്ഊദ് തങ്ങളെ നിങ്ങൾ ചോദിച്ചോളി, അള്ളാഹുവിനോട് നിങ്ങൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഈ സമയത്ത് ഉത്തരം കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നോക്കുമ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ് വമുറാഫഖത നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അഅലാ ജന്നാത്തിൽ ഖുൽദ് എന്ന് പറയുന്ന ദുആ ആണ് അവിടുന്ന് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഒരിക്കലും തിരിച്ചു പോകാത്ത ഈമാന് എനിക്ക് നീ നൽകണമേ, ഒരിക്കലും നശിക്കാത്ത അനുഗ്രഹവും സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ഉന്നതമായ പദവിയും നീ നൽകണേ എന്നായിരുന്നു ആ സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ദുആ ചെയ്തിരുന്നത്. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ ഇബ്നു മസ്ഊദ് തങ്ങളുടെ അരികിലേക്ക് വേഗത്തിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതിനേക്കാൾ മുമ്പ് തന്നെ അവിടെ എത്തി ഈ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോൾ ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ഖൈറായ കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ മുൻപന്തിയിലാണല്ലോ എന്ന ഒരു പ്രശംസയും അവിടെ പ്രശംസിക്കുകയും ചെയ്തു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വല്ലാത്ത സാമീപ്യത്തിൽ എപ്പോഴും നബി തങ്ങളോടൊപ്പം ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ മഹാനായ അബൂ മൂസൽ അശ്അരി തങ്ങൾ പറയുന്നുണ്ട്, ഞാനും എൻ്റെ സഹോദരനും യമനിൽ നിന്ന് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങളും അവിടുത്തെ ഉമ്മയും നബി തങ്ങളുടെ വീട്ടിൽ കയറുന്നു ഇറങ്ങുന്നു നിരന്തരമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഇബ്നു മസ്ഊദ് തങ്ങൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണോ എന്ന് ഞാൻ ധരിച്ചു പോയിരുന്നു. അത്രയുമധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത സാമീപ്യമുള്ള ആളായിരുന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മറ്റൊരു സംഭവം പറയാം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മരത്തിന്റെ മുകളിൽ കയറുന്നുണ്ട്. സ്വഹാബത്ത് ഇത് കണ്ട് ചിരിക്കുന്നുണ്ട്. ചിരിക്കാൻ കാരണം ഇബ്നു മസ്ഊദ് തങ്ങളുടെ കാല് വല്ലാത്ത ചെറിയ ഒരു മെലിഞ്ഞ കാലായിരുന്നു. അത് കണ്ടായിരുന്നു ചിരിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രംഗം കണ്ടപ്പോൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാതെ ചിരിക്കണ്ട, ആ കാല് നാളെ ആഖിറത്തിൽ മീസാനിൽ തൂക്കുന്ന സമയത്ത് ഉഹദ് മലയേക്കാൾ ഭാരമുള്ളതായിരിക്കും എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറയുന്നത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. മക്കയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പരസ്യമായി ഖുർആൻ ഓതിയത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളത്. അങ്ങനെ ഓതാനുണ്ടായ ചെറിയൊരു സംഭവം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഖുർആൻ പരസ്യമായി ഓതുന്നത് ശത്രുക്കൾ കേട്ടിട്ടില്ലല്ലോ, ആരാണ് അതിന് തയ്യാറാവുക എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഞാൻ പരസ്യമായി ഓതാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. മറ്റുള്ള സ്വഹാബത്തൊക്കെ ആ സമയത്ത് ഇബ്നു മസ്ഊദ് തങ്ങളെ എതിർക്കുന്നുണ്ട്. നിങ്ങളത് ചെയ്യണ്ട, അവർ വല്ലതും ആക്രമിച്ചാലോ, നമ്മുടെ കൂട്ടത്തിൽ കുടുംബപരമായിട്ട് ശത്രുക്കളെ നേരിടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിട്ടുകൊടുത്തില്ല. ഞാൻ തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരസ്യമായി ഓതാൻ ശത്രുക്കളുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ മക്കാം ഇബ്രാഹിമിന്റെ അരികിൽ ചെന്നുകൊണ്ട് ശത്രുക്കളൊക്കെ നിൽക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഉച്ചത്തിൽ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇത് ശത്രുക്കൾ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്, ഇബ്നു മസ്ഊദ് എന്താണ് പറയുന്നത്? അപ്പോൾ പലരും പറഞ്ഞു, അത് മുഹമ്മദില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊണ്ടുവന്ന ആ ഖുർആനിലുള്ള വാക്കുകളാണ് അവരുച്ചരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കൾ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളെ ആക്രമിക്കുകയാണ്, അവിടുത്തെ മുഖത്തടിക്കുകയാണ്. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. അങ്ങനെ മുഖത്തുള്ള പാടുമായിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ സ്വഹാബികളുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾ ഇത് തന്നെയായിരുന്നു ഭയന്നിരുന്നത്, നിങ്ങൾ അവരാക്രമിക്കുമോ എന്നായിരുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോഴും ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശത്രുക്കൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവർ ഭീരുക്കളാണ് എന്ന് എനിക്ക് മനസ്സിലായത്. ഇനി നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നാളെയും ഞാൻ പോയിട്ട് ഖുർആൻ പാരായണം നടത്തും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട, ഏതായാലും ഇന്ന് ഓതിക്കൊടുത്തത് അവർ കേട്ടല്ലോ, അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് തങ്ങളെ തടുക്കുകയാണ് അവർ ചെയ്തത്. ഏതായാലും ഇതായിരുന്നു ആദ്യമായിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരസ്യമായി ഖുർആൻ പാരായണത്തിന് ഇറങ്ങാനുണ്ടായ സംഭവം. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ. ഈ രൂപത്തിൽ വലിയ ധീരനും കൂടിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് നാം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.